ഉപ്പള ടൗണിൽ കാസർഗോഡ് മാംഗ്ലൂർ പോകാൻ വേണ്ടി നല്ലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ ഇവിടെ ഈ കാസർഗോഡ് പോകുന്ന മാംഗ്ലൂർ പോകുന്ന KSRTC അതുപോലത്തെ പ്രൈവറ്റ് ബസ്സുകളല്ലോ ഈ ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലോണം ബുദ്ധിമുട്ടാണ്. ഈ മഴയും ഈ വെയിലത്ത് നിൽക്കാൻ വേണ്ടിട്ട് ബസ്സിനെ വെയിറ്റ് ആക്കാൻ വേണ്ടി നല്ലോണം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പബ്ലിക്കോട് അഭിപ്രായം ചോദിക്കാം. വാ. ഭാവി ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായി, നിങ്ങൾ ബസ് സ്റ്റാൻഡ് പുറത്ത് വെയിറ്റ് ആക്കുന്ന ബസ്സിനല്ലോ. ബസ് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ബസ് സ്റ്റോപ്പിൽ വരുന്നുമില്ല. ചെറിയ ചെറിയ കിടക്ക കയ്യിലിരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ നല്ല പ്രശ്നമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് വന്നെങ്കിൽ നമുക്ക് ഒരു ഈസിയാണ് എല്ലാവർക്കും, മക്കൾക്കാവട്ടെ വയസ്സന്മാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്തിനാ ഇവിടെ പുറത്ത് വേണ്ടി ബസ്സിന് വെയിറ്റ് ആക്കുന്നത്? അതെന്ത് കാര്യമെല്ലാം ബസ്സിൽ ഓരോന്ന് ഉള്ളിക്ക് എന്ത് പോകുന്നില്ല. അങ്ങനെ നമ്മുടെ മനുഷ്യ നിക്കുന്നത് ഈ ബസ്സിന് വെയിറ്റ് ആക്കുന്ന ആൾക്കാരോട് എല്ലാവരും അഭിപ്രായം ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു തന്നെ ഓർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് നിക്കാൻ കഴിയുന്നില്ല. ഈ മുട്ടോമ്പല കാലോമ്പലായിട്ട് കുറെ സമയം നിൽക്കുന്നില്ല. ഈ ബസ്സുകാരായാലും ആ ഒരു ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നില്ലെങ്കിൽ ഈ ബസ്സുകാർ എല്ലാവരും ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറ്റണോ? ഇനി ഒരു മാസം മുമ്പ് ഇപ്പൊ തൽപ്പാടിയിൽ ബസ് സ്റ്റോപ്പിൽ അതുകൊണ്ട് ബസ്സിന് വെയിറ്റ് അയക്കുന്ന ആൾക്കാർ അവിടെ ബസ്സിന്റെ ഡ്രൈവറിന്റെ അശ്രദ്ധ കൊണ്ട് അവിടെ 2-5 ആൾക്കാരെ ജീവൻ പോയിട്ടുണ്ട്. അതുപോലത്തെ ആ അവസ്ഥ ആരും കൂടെ എത്തിക്കേണ്ടായിട്ട് ആട്ടെ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇതിൽ കുറെ ബാച്ചന്മാരുണ്ടാവും, ചില സ്കൂളിലേക്ക് പോകുന്ന കോളേജിലേക്ക് പോകുന്ന സ്റ്റുഡന്റ് ഉണ്ടാവും. ഈ മയവും വെയിലുള്ള കൊണ്ട് ആർക്കും റോഡ് സൈഡ് മറ്റു വെയിറ്റ് ആക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. തൽപ്പാടി പഞ്ചായത്തിന്റെ അധികാരികൾ ആരും കാണുന്നില്ല. ഇതിൽക്കൊരു നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾ ആക്കി തരണം. മഞ്ചേശ്വര പോലീസിന്റെ അധികാരികൾ ആരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ബസ്സുകാരോ എല്ലാം ബസ് സ്റ്റാൻഡിലേക്ക് പോയ പോലെ സൗകര്യമോ നിങ്ങൾ ആക്കി തരണം.